ആദ്യമായി തന്നെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് അലീന. ഞാൻ കണ്ണൂർ ഇരിട്ടി വെളിമാനം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജൂലൈയിലായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഇയർ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ഞാൻ 5 വിഷയത്തിന് ഫെയിലായി. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തോൽവിയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് തോറ്റുപോയതെന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ആ വിഷമ സാഹചര്യത്തിലായിരുന്നു ഞാൻ യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ കുറേ സുവിശേഷ സാക്ഷ്യങ്ങൾ കേട്ടിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായി ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ആദ്യമേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷേ എനിക്കെന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത്. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. പിന്നെ എൻ്റെ ഒരു ആൻറ്റി ഇവിടെ വന്നപ്പോൾ എനിക്ക് കാശുരൂപം കൊണ്ടു തന്നു. അങ്ങനെ ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ കാശുരൂപം ഞാൻ നെറ്റിയിൽ വെച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി കാശുരൂപം ഞാൻ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, കൃപാസനത്തിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന പ്രാർത്ഥന ഞാൻ എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് നന്നായി പഠിച്ചു. എന്നിട്ട് സപ്ലിമെൻ്ററി എക്സാം ആയപ്പോഴും എക്സാമിൻ്റെ സമയത്ത് ഞാൻ കാശുരൂപം കൊണ്ടുപോയിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കൊന്തയുണ്ടായിരുന്നു. ആ കൊന്തയിൽ ഞാൻ എൻ്റെ കാശുരൂപം അറ്റാച്ച് ചെയ്തിരുന്നു. ആ കാശുരൂപം എന്നിട്ട് ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾക്കൊരു എക്സാം വാലുവേഷൻ പേപ്പറിനകത്ത് ഒരു വാലുവേഷൻ്റെ ഒരു കോളം ഉണ്ടായിരുന്നു. ആ വാലുവേഷൻ്റെ കോളത്തിനകത്ത് ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ വാലുവേഷൻ കോളത്തിനകത്ത് ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാ എക്സാം എഴുതി കഴിഞ്ഞിട്ടും ഞാൻ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെ ഞാൻ എല്ലാ എക്സാമും എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി. നേരത്തെ എക്സാം എഴുതുമ്പം എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ മാതാവേ, ഈ സപ്ലിമെൻ്ററി എക്സാം എഴുതുമ്പോൾ ഞാൻ എങ്ങനെയാണ് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്ന് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ആ സമയത്തൊക്കെ പകുതിയും ആൻസറൊന്നും എനിക്ക് അറിയില്ലായിരിക്കും. പക്ഷെ എവിടുന്നോ വന്ന് ആരോ എൻ്റെ ചെവിയിൽ പറഞ്ഞു തരുന്ന പോലെ ഞാൻ പെട്ടെന്ന്, എനിക്കറിയില്ല എങ്ങനെ ഞാൻ എക്സാം എഴുതിയെന്ന്, ഭയങ്കര ഫാസ്റ്റായിട്ട് എനിക്ക് സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ പറ്റി. അങ്ങനെ ഞാൻ സപ്ലിമെൻ്ററി എക്സാമിന് ഫസ്റ്റ് ക്ലാസ്സോടെയായിരുന്നു ഞാൻ പാസ്സായത് സപ്ലിമെൻ്ററി എക്സാം. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ഇവിടെ വന്ന് അത് കഴിഞ്ഞ് ഞാൻ ജൂലൈയിൽ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് ജൂലൈ വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഫസ്റ്റ് നിയോഗം എന്ന് പറയുന്നത് എല്ലാ വർഷത്തെ എക്സാമിനും എനിക്ക് പാസ്സാകണം എന്നായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം എല്ലാ ഫോർത്ത് ഇയർ വരെയുള്ള എല്ലാ എക്സാമിനും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോട് തന്നെ പാസ്സായി. എനിക്കറിയില്ല, അത് എക്സാം എല്ലാം നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കറിയില്ല, എല്ലാ വിഷയത്തിനും ഞാൻ നല്ല മാർക്കോട് തന്നെ പാസ്സായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ബാച്ചിലാണെങ്കിൽ എല്ലാ വർഷവും ആരെങ്കിലുമൊക്കെ ഫെയിൽ ആകുമായിരുന്നു. ഒരിക്കലും 100% വിജയം ഒരിക്കലും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഫോർത്ത് ഇയറിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചത്, എൻ്റെ അമ്മേ, ഈ ലാസ്റ്റ് ഇയറിലെങ്കിലും ഞങ്ങളെല്ലാവരും ഒന്ന് പാസ്സാക്കണമെന്നായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയറിൽ ഞങ്ങൾ 100% എല്ലാവരും പാസ്സായി. ഒരാൾ പോലും ഫെയിലായില്ലായിരുന്നു. ഇങ്ങനെ ഇവിടെ വന്ന അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അവസരം നൽകിയ അമ്മ മാതാവിന് 1000 നന്ദി. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് കുറേ നാളായിട്ട് ഞങ്ങൾ കിണർ കുത്തിയിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വേറൊരു വീട്ടിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. ഈ 2 വർഷം മുൻപ് ഞങ്ങൾ കിണർ കുത്തിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലായിരുന്നു. അടി പാറയായതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടി ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് വെള്ളം കണ്ടു. അതിനും അമ്മ മാതാവിന് 1000 നന്ദി. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത്,
എൻ്റെ അമ്മയ്ക്ക് ട്രാവൽ ചെയ്യുമ്പം വോമിറ്റിങ് 40 വർഷമായിട്ട് അമ്മ ഇങ്ങനെ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ടാബ്ലറ്റ് എടുത്തുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ടാബ്ലറ്റ് എടുത്തെങ്കിൽ വോമിറ്റ് ചെയ്യും, അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ അമ്മ എൻ്റെ കൂടെ വരുമായിരുന്നു. അങ്ങനെ അമ്മ വന്നു, ഇവിടെ വന്നിട്ട് അമ്മ പ്രാർത്ഥിച്ചിരുന്നു അത് ട്രാവൽ ചെയ്യുമ്പം ഇങ്ങനെ വോമിറ്റിംഗ് ഉള്ളത് മാറ്റി തരണേന്ന്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് അമ്മയ്ക്ക് അതും മാറിക്കിട്ടി. ഇപ്പം ട്രാവൽ ചെയ്യുമ്പോൾ അമ്മ വോമിറ്റ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഞാനിപ്പം NICUവിൽ വർക്ക് ചെയ്യുവാണ്, നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം ഞാൻ അവിടെ വരുന്ന എൻ്റെ കുഞ്ഞു പിള്ളേരുടെ അമ്മമാരോടൊക്കെ ഞാൻ ഇവിടെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനകൾ ഇംഗ്ലീഷിൽ പേപ്പറിൽ എഴുതി ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പത്രം കൊടുത്തിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ പിള്ളേർക്ക് ഞാൻ ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച്, ആരും കാണാതെ ഞാൻ ഇടയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്തൊക്കെ നെറ്റിയിൽ കുരിശ് വരച്ച് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർക്ക് പെട്ടെന്ന് റിക്കവറി ഉണ്ടായതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന അറ്റൻഡേഴ്സിനും എല്ലാം ഞാൻ പരമാവധി എന്നാൽ കഴിയുന്ന വിധം ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഇവിടെ വന്ന് പിന്നെ എൻ്റെ പണ്ട് ഞാനിങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. സ്വയം പ്രാർത്ഥന ഞാൻ ഭയങ്കര കുറവായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തത് അതിന് ശേഷം ഞാനിങ്ങനെ സ്വന്തമായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു വരം കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ കുറേ സമയം എനിക്കിന്ന് ഒറ്റയ്ക്കിന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ബൈബിൾ വായിക്കുന്നതാണെങ്കിലും പണ്ട് ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കുന്നത് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ബൈബിൾ വായിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിക്കാറുണ്ട്. അങ്ങനെ ഞാനിതിപ്പം 2ാമത്തെ തവണയാണ് ഉടമ്പടി പുതുക്കുന്നത്. ഇതിപ്പോൾ 2ാമത്തെ തവണ ഉടമ്പടി പുതുക്കാൻ വന്നതാണ്. ഇങ്ങനെ എനിക്ക് ഇവിടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഈ അൾത്താരയിൽ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ അവസരം ഒരുക്കി തന്ന കനികാമാതാവിന് 1000 നന്ദി പറയുന്നു. 94-ാം സങ്കീർത്തനം 18-19 തിരുവചനങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. അലീന എന്ന ഈ മകളുടെ ഒരു BSc നഴ്സിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് മകളോട് ഏറ്റുപറഞ്ഞത്. നമുക്ക് മനസ്സിലായതുപോലെ മകളുടെ നഴ്സിംഗ് വിജയം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഫീച്ചേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ ഏത് തന്നെ തകർച്ചയിലും എൻ്റെ കാൽ വഴുതുന്നു എന്ന് എനിക്ക് തോന്നിയപ്പോഴെല്ലാം അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി എന്ന് തന്നെയാണ് ഇന്ന് അലീനയ്ക്കും ഏറ്റുപറയാനുള്ളത്. തുടർച്ചയായ 5 തോൽവിയുടെ തുടർച്ചയായിട്ടുണ്ടായിരുന്ന ഒരു പരാജയത്തിൻ്റെ നിഴലിലാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ലഭിക്കുന്നത് വളരെ ആശ്വാസദായകമാണ്, അനുഗ്രഹദായകമാണെന്ന് മകൾക്ക് മനസ്സിലായപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വളരെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് ഉറച്ച ബോധ്യത്തോടെയാണ് ഈ മകൾ പെട്രോൾ കത്തുന്ന പോലെയുള്ള നമ്മുടെ ജോസഫ് അച്ഛൻ നമ്മോട് ആവശ്യപ്പെടുന്ന ആ പ്രാർത്ഥന. വലിയ പരാജയത്തിലേക്ക് ഞാൻ കൂപ്പുകുത്തുന്നു, പഠനവും ജോലിയും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ, അതിൻ്റെ കൂടെ സപ്ലി എഴുതുക എന്നുള്ള വലിയ തകർച്ചയുടെ ഒരവസ്ഥയിലാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. പല അമ്മമാരും മക്കളെക്കുറിച്ചുള്ള അവരുടെ അസസ്മെൻറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മകൾ പഠനത്തിലാണ്, അതുകൊണ്ട് ഉടമ്പടി കൃത്യമായി പാലിക്കാൻ സാധിക്കുന്നില്ല എന്ന്. അലീന എന്ന ഈ മകൾ വളരെ വലിയൊരു ഉദാഹരണമാണ്. മകളുടെ തകർച്ചയിൽ, പ്രതിസന്ധികളിലെല്ലാം താൻ തന്നെ ഈശോയോട് ഉടമ്പടി ചെയ്ത് ജീവിക്കാനുള്ള വലിയ അനുഗ്രഹമേ മകൾക്ക് ലഭിച്ചു എന്നീ മകൾ തന്നെ ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് BSc നഴ്സിങ്ങോ ഏതൊരു കോഴ്സുകളോ പഠനമോ ഒന്നും തന്നെ ഒരു ബാധ്യതയല്ല, ഒരു തടസ്സമല്ല, മറിച്ച് അതൊരു സാധ്യതയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ലീനയുടെ ഈ സാക്ഷ്യം നമുക്ക് പ്രചോദനം നൽകുകയാണ്.
ഈ മകളുടെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ സപ്ലിമെൻ്ററി എക്സാം എഴുതാനുള്ള ഒരു വലിയ കടമ്പ കൂടി കടക്കേണ്ടി വന്നപ്പോൾ ആ കോളേജിലുള്ള എല്ലാ 4th ഇയർ സ്റ്റുഡൻസിനും വേണ്ടി മകൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് 100% റിസൾട്ട് കിട്ടിയെന്ന് ഈശോയിൽ നിന്നുള്ള വലിയ അനുഗ്രഹമേ മകൾ ഏറ്റു പറയുകയാണ്. നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മോട് ഒപ്പമുള്ളവരും നമ്മെ പോലെ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, സങ്കടപ്പെടുന്നവരെല്ലാം ചേർത്ത് വയ്ക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി. മകൾക്കതിന് സാധിച്ചു, അതിനുള്ള കൃപ ലഭിച്ചു എന്നാണ് നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കുടുംബത്തിൽ അവർക്ക് വെള്ളമില്ലായിരുന്നു. അവർ കിണറ്റിലെ വെള്ളം ലഭിക്കാൻ വേണ്ടി അവർ ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി ഉപ്പ് ഇവിടെ ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കിണറ്റിലെ വെള്ളത്തിൻ്റെ സാധ്യത. അതുപോലെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. 40 വർഷമായിട്ടുണ്ടായിരുന്ന അമ്മയുടെ മോർണിംഗ് ട്രാവലിംഗ് സിക്നസ് മകളുടെ ഉടമ്പടി നിയോഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള ലഭിച്ച നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എത്ര തന്നെ 40 വർഷത്തെ പഴക്കമുള്ള ഒരു അസുഖമാണ് ഈശോ സൗഖ്യപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ ഈ അമ്മകൾക്ക് പറയാനുള്ളത്, ഉടമ്പടി ജീവിതം ഒട്ടും പ്രയാസകരമല്ല, ഈശോയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ദൈവപിതാവിൻ്റെ മുൻപിൽ ഞാൻ നിങ്ങളെ ഏറ്റുപറയും എന്ന് മത്തായിയുടെ 10-ാം അധ്യായം 32-ാം തിരുവചനം പറയുന്നു. ഈ മകൾ ഇന്ന് ഈശോയെ ഏറ്റുപറയുമ്പോൾ ദൈവപിതാവിൻ്റെ മുമ്പിൽ ഈശോ നമ്മെ ഏറ്റുപറയും. നമ്മുടെ ആ സ്വകാര്യ ബന്ധം, ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഈശോയുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിൽ നമുക്ക് അഭിഷേകം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ രീതിയിലേക്ക് ഇന്ന് ഈ മകൾ കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ക്രിസ്തുവിൻ്റെ ആ മൗലിക സ്വഭാവം, നമ്മുടെ ഭാരങ്ങൾ ഈശോ ഏറ്റെടുത്ത് ചുമക്കുന്നു. അപ്പോൾ എൻ്റെ നുകം വളരെ ലഘുവാണ്. ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോയോട് ചേർന്ന് ശിമയോനെ പോലെ കുരിശ് ചുമക്കുവാനുള്ള ലഘുവായ നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നുണ്ട്. ഉടമ്പടി ഫീച്ചേഴ്സിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്കെല്ലാം സാധ്യമാക്കി തരുന്നു. അഭിഷേകത്തിൻ്റെ ലെവൽ കൂട്ടാനുള്ള ഒരു എളുപ്പവഴി പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ, പ്രതിസന്ധികളെ, കണ്ണുനീരിനെ, സങ്കടങ്ങളെ എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.